14 റെസിപ്പി സീരീസിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇടുക്കിയുടെ സ്വന്തം ഏഷ്യാഡാണ്. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അരമുറി തേങ്ങ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. ഇനി ഒരു കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു കഷ്ണം പട്ട, ഒരു ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് 3 സവാള അരിഞ്ഞത് ചേർക്കുക, ചെറിയ ഉള്ളിയും ചേർക്കുക കേട്ടോ. കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴന്നു വരുമ്പോൾ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഇറച്ചി മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ 1/2 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച്, സാധാരണ നമ്മൾ കറിക്കൊക്കെ ബീഫ് കുക്ക് ചെയ്യില്ല അതുപോലെ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാൻ 1 കിലോ കപ്പ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് ഇതിനെ വേവിച്ചിട്ട് എടുക്കണം, സാധാരണ വേവിക്കുന്ന പോലെ തന്നെ. എന്നിട്ട് ഇത് നമുക്ക് ഉടച്ചെടുക്കണം ഇതുപോലെ, ഇത്ര സോഫ്റ്റ് ആയിട്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വേവിച്ചുടച്ച കപ്പ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അറിയാമല്ലോ, മിക്സിങ് പരിപാടിയാണ്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മളില്ല നല്ല ഫ്രഷ് ആയിട്ട് പൊടിച്ച് ഗരം മസാലയും പിന്നെ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കുക. അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കും കേട്ടോ, ഞാനിപ്പോൾ ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇടുക്കിയുടെ സ്വന്തം ഏഷ്യാഡ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കിഡു സംഭവമാണ്. ഇതിനെങ്ങനെ ഏഷ്യാഡ് എന്നുള്ള പേര് വന്നു എന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.